നമ്മൾ മേടിച്ചത് കേരളത്തിൽ നിന്ന് നമ്മൾ തമിഴ്നാട് പോയാണ്. മലയാളത്തിൽ പറഞ്ഞാൽ അതിനൊക്കെ മനസ്സിലാവും കേട്ടോ. അങ്ങനെ അതുകൊണ്ട് എന്തായാലും കുഴപ്പമില്ല. ചിലവർ പറയത്തില്ല, മനുഷ്യന്മാർക്ക് തമിഴ് പറഞ്ഞാലേ തമിഴ് ആളുടെ തമിഴ് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. മക്കളൊരു ഹായ് ഇടും. ഈ പോട വട്ടിയെന്നാണ് പറയണത്. മച്ചന്മാരെ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കും എന്ന് കരുതുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. നിങ്ങൾ ഇന്ന് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മളൊരു ആട്ടുകുട്ടിയെ മേടിച്ചു കേട്ടോ. ആ കാര്യമാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടിക്കോളൂ. നല്ല നല്ല വീഡിയോസായിട്ട് നല്ല നല്ല കാഴ്ചകളായിട്ട് ആൻഡോ വ്ളോഗ് എന്ന് പറയുന്ന ഈ ചാനൽ നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകളിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ ആട്ടുകുട്ടി മേടിച്ച കഥയും അതുപോലെ തന്നെ മേടിക്കാൻ കാരണമായ കഥയും അതുപോലെ തന്നെ നമ്മുടെ കുട്ടിക്കാലത്ത് ആട്ടുകുട്ടി ഉണ്ടായിരുന്ന കഥയും എല്ലാ കഥയും നമ്മൾ ഇന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകളിലോട്ട് പോയിട്ട് വരാം. നമുക്കങ്ങനെ നമ്മളെ കുഞ്ഞു പ്രായത്തിൽ എൻ്റെ ഇവിടെ ആട്ടുകുട്ടി ഉണ്ടായിരുന്ന കഥ മുതൽ നമുക്ക് തുടങ്ങാം കേട്ടോ. എൻ്റെ ഇവിടെ മാത്രമല്ല, എൻ്റെ അപ്പൂപ്പന്മാരുടെ വീടുകളിലുമെല്ലാം ആട്ടുകുട്ടി ഒരു സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് ആ കഥ മുതൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം. എന്നിട്ട് നമ്മൾ ആട്ടുകുട്ടി മേടിച്ച കഥയും ആട്ടുകുട്ടിയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങ് പുറകിൽ നിൽപ്പുണ്ട്, അങ്ങ് ഇവിടെയോ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവനെ കൂടെ ലാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആട്ടുകുട്ടി എന്ന് പറയുന്നത് എൻ്റെ അപ്പൂപ്പന്മാരുടെ കാലത്തും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലും ഒരു സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ആട്ടുകുട്ടി. ആണാടായാലും പെണ്ണാടായിരുന്നാലും കുട്ടിയാടായിരുന്നാലും വലിയ ആടായിരുന്നാലും ഒരുപാട് ഒരു സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ആട്ടുകുട്ടി വാങ്ങിക്കണം, വളർത്തണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ പക്ഷേ കുഞ്ഞു പ്രായത്തിൽ അങ്ങനത്തെ ആഗ്രഹം ഉണ്ടെങ്കിലും നടന്നിട്ടൊന്നുമില്ല. കാരണം പണ്ട് നമ്മളിവിടെ ആട്ടുകുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു സമയമായപ്പോൾ അതൊക്കെ കൊടുത്തു, എന്തൊക്കെ വന്ന് അങ്ങനെ ആട് വളർത്തൽ നിർത്തിയതായിരുന്നു. പിന്നീട് അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ വീട്ടിൽ പറയുന്നതിൽ ആട്ടുകുട്ടി വേണമെന്ന് അങ്ങനെ പറഞ്ഞ് വന്ന സമയത്ത് എൻ്റെ നെല്ലുമൂട് ഒരു അപ്പൂപ്പ ഉണ്ടായിരുന്നു. ആ അപ്പൂപ്പനാണെങ്കിൽ എന്ത് ചെയ്യുന്ന കേട്ട് കഴിഞ്ഞാൽ ഒരു ആട്ടുകുട്ടി എനിക്ക് ചുമ്മാ തന്നു കേട്ടോ. ആ ആട്ടുകുട്ടി ഞാൻ ഇവിടെ കൊണ്ടുവന്ന്, അതൊരു പെണ്ണാട്ടായിരുന്നു, അതിനെയും കൊണ്ടുവന്നു. അതിനെ നല്ലവിടത്തെ വളർത്തി നല്ല രീതിയിൽ പരിപാലിച്ചു. എന്തോ ഒരു ആവശ്യം വന്നപ്പോൾ അതിനെ കൊടുക്കാണ്ട് വന്നു, അതിനെ അങ്ങനെ കൊടുത്തു നമ്മൾ. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി. വീണ്ടും ആട്ടുകുട്ടി വളർത്തണം, ആട് വളർത്തണം എന്നുള്ള ഒരു ആഗ്രഹം എന്ന് പറയുമ്പോൾ വീടായാലും എല്ലാം വേണ്ടേ, മനുഷ്യന് മാത്രമല്ല മൃഗങ്ങളും വേണ്ടേ, അങ്ങനെ ഒരു ആഗ്രഹമാണ് എനിക്ക്. അപ്പോൾ ഈ വീട്ടിലിപ്പോൾ കോഴിയുണ്ട്, ഒരു സമയം കിളികളുണ്ടായിരുന്നു, ഇപ്പോൾ താറാവുണ്ട്, മീനുകളുണ്ട്. അങ്ങനെയൊക്കെ വന്നപ്പോൾ എല്ലാം സെറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു ആട്ടുകുട്ടി വീണ്ടും വാങ്ങിക്കണമെന്നൊക്കെ തോന്നി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി പറയും. പക്ഷേ എമൗണ്ടൊക്കെ നോക്കിയപ്പോൾ 7,000, 8,000, 9,000 രൂപയൊക്കെ ഒരു ആട്ടുകുട്ടിക്ക് പറയുന്നു. എന്ന് വെച്ചാൽ ഡൗണും അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നിൽക്കുന്നത് കാരണം വില ഒരു സമയം കൂടും ഒരു സമയം കുറയും. അങ്ങനെയൊക്കെ നിൽക്കുന്നത് കാരണം നമുക്ക് ആ സമയത്ത് വാങ്ങിക്കാൻ സാഹചര്യം കുറവായതുകൊണ്ട് നടന്നിട്ടൊന്നുമില്ല. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി, വർഷങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ആട്ടുകുട്ടി വാങ്ങിച്ചു കേട്ടോ. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പം 2026 എനിക്കിപ്പോൾ 21 വയസ്സായി. കുഞ്ഞു പ്രായം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇടയ്ക്കൊരിക്കൽ നമ്മൾ ആട്ടുകുട്ടി വാങ്ങിച്ചു, ഞാൻ പറഞ്ഞല്ലോ, കൊടുത്തു അത് ആവശ്യം വന്നപ്പോൾ. അത് കഴിഞ്ഞ് 21ാമത്തെ വയസ്സിലാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലിവിടെ ഒരു ആട്ടുകുട്ടി മേയ്ക്കുന്നത് കേട്ടോ, വാങ്ങിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ അപ്പൂപ്പന്മാരുടെ കാലത്തുള്ള ആട്ടുകുട്ടിയുടെ കഥകൾ ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ ഇപ്പോൾ എൻ്റെ അപ്പൂപ്പൻ്റെ അവിടെ ആടൊന്നുമില്ല. സംഭവം അപ്പൂപ്പൻ മരിച്ചുപോയി. അതിനുശേഷം പിന്നെ ആടെല്ലാം കൊടുത്തു. അമ്മാമ്മ മരിച്ചതോടെ ആട് വളർത്തലെല്ലാം അവരെ നിർത്തി. അപ്പോൾ അപ്പൂപ്പൻ്റെ മക്കളെ വീടുകളിലുണ്ട് 1-2 ആടുകളൊക്കെ. അല്ലാതെ അപ്പൂപ്പൻ്റെ വീട്ടിൽ ഇപ്പോൾ ആടില്ല. വീട് സ്വന്തം മകൻ്റെ പേരിലാണ്. അപ്പോൾ അപ്പൂപ്പൻ പോയത് കാരണം ഇപ്പം ആടുമില്ല, ഒന്നുമില്ല അവിടെ. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും ഒരാട് മേടിച്ചു കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ മേടിച്ചത് കേരളത്തിൽ നിന്ന് നമ്മൾ തമിഴ്നാട് പോയാണ് നമ്മൾ ആട് മേടിച്ചത്. എന്നിപ്പോൾ നിങ്ങൾ കേൾക്കും, എന്താടാ കേരളത്തിൽ ആടില്ലേ? കേരളത്തിൽ ആടുണ്ട്, പക്ഷെ നമ്മുടെ ഇഷ്ടം അതല്ലേ. നമ്മൾ കേരളം വിട്ട് നമ്മൾ തമിഴ്നാട് പോയാണ് നമ്മൾ ആട്ടുകുട്ടിയെ നമ്മൾ കൊണ്ടുവന്നത് എന്നും പറഞ്ഞ് നമ്മൾ ആട്ടുകുട്ടിയുടെ അടുത്ത് തമിഴ് തന്നെ പറയണേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ അതിനൊക്കെ മനസ്സിലാവും കേട്ടോ. അങ്ങനെ അതുകൊണ്ട് എന്തായാലും കുഴപ്പമില്ല. ചിലവർ പറയത്തില്ല, മനുഷ്യന്മാർക്ക് തമിഴ് പറഞ്ഞാലേ തമിഴ് ആളുടെ തമിഴ് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, മലയാളി അടുത്ത് മലയാളം പറഞ്ഞാലേ മനസ്സിലാവും എന്നും പറഞ്ഞ് ആട്ടുകുട്ടിയെടുത്ത് നമ്മൾ തമിഴ് പറയേണ്ട കാര്യമൊന്നുമില്ല. മലയാളം പറഞ്ഞാലും അതിന് മനസ്സിലാവും. അത് നല്ല ഹാപ്പിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ തിങ്കളാഴ്ച കൊണ്ടുവന്നതാണ് ഇവിടെ. പക്ഷേ ഇന്നും കരച്ചിൽ നിർത്തിയില്ല. കാരണം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്നതുകൊണ്ട് ഇത്രയും ഡിസ്റ്റൻസ് അല്ല, ഇത്രയും ദൂരം കിടക്കുന്നത് കാരണം അത് അവൻ്റെ അമ്മയുടെ അടുത്തും കൂട്ടുകാരോടൊക്കെ നിന്നതല്ലേ. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ അതിൻ്റേതായ വിഷമങ്ങളുണ്ട്. എന്നാലും സാരമില്ല, അതെവിടെ സെറ്റ് ആകുമ്പോൾ കരച്ചിലെല്ലാം മാറ്റും. അതുകൊണ്ടൊരു ഹാപ്പിയാണ്. നമ്മൾ തമിഴ്നാടെന്ന് ആട് വാങ്ങിക്കാനുള്ള കാരണം എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ, നമ്മൾ തൊഴിക്കൽ ഞാനൊരു ചർച്ചിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മുടെ തൊഴിക്കൽ ചർച്ച് ഓഫ് ഏലിയോട് എന്ന ചർച്ചിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രാഞ്ച് ചർച്ച് നമ്മുടെ തമിഴ്നാട് തെറ്റിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അപ്പോൾ അവിടെ ഒരു അങ്കിള് വരും. അപ്പോൾ ഞാനിതേപോലെ അവിടുത്തെ ഒരാളത്ത് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ആ അപ്പൂപ്പൻ്റെ അടുത്ത് പറ, ആ അപ്പൂപ്പ നിനക്ക് ഒരു ആട്ടുകുട്ടി മേടിച്ച് തരുമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ കേരളത്തിലൊക്കെ നമ്മൾ എവിടെയൊക്കെ പറഞ്ഞപ്പോൾ ഒരു ആട്ടുകുട്ടിക്ക് 7,000, 8,000
9,000 രൂപയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ എന്തായാലും പോയി പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇതിൽ ആട്ടുകുട്ടി വേണം, വളർത്താൻ ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല നിനക്ക് ഞാൻ മേടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞു. ഞായറാഴ്ച നമ്മൾ ഉച്ചയ്ക്ക് ശേഷം പറഞ്ഞു, ഞായറാഴ്ച വൈകിട്ട് തന്നെ പുള്ളിക്കാരി ഇങ്ങോട്ട് വിളിക്കുക, ഒരു ആട്ടുകുട്ടി നിൽപ്പുണ്ട്, ഒരു കറുത്ത ആട്ടുകുട്ടിയാണ്, അതുപോലെ തന്നെ ഒരു പെണ്ണാടാണ്, നല്ല ആടാണ്, തീറ്റയും വെള്ളമൊക്കെ കുടിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടും പറഞ്ഞ ഉടനെ തന്നെ, കാരണം എൻ്റെ അമ്മ ഞായറാഴ്ച അല്ല ശനിയാഴ്ച പറഞ്ഞു നമുക്കൊരു ആട്ടുകുട്ടി മേടിക്കണം, നീ ഒന്ന് പോയി ആടത്തെങ്കിലും തമിഴ്നാടൊന്ന് പറഞ്ഞു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് ഇപ്പം നമ്മൾ ലോട്ടറി എടുത്ത് പെട്ടെന്ന് അടിച്ചു നോക്കത്തില്ല, അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഉടനെ തന്നെ നമുക്ക് സാധനം കയ്യിൽ കിട്ടി. അതുകൊണ്ട് എന്തായാലും ഹാപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് ആട്ടുകുട്ടിയെ ഞാൻ കാണിച്ചു തരാം, അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളും കൂടെ പറയട്ടെ. അപ്പോൾ നമ്മൾ മേടിച്ചപ്പോൾ എമൗണ്ട് നമുക്ക് അവിടെ ആയത് 6,000 രൂപ ഒരു ആദ്യം പറഞ്ഞു, പിന്നീട് അതിന് നമ്മൾ പറഞ്ഞപ്പോൾ 5,000 ആക്കി, പിന്നീട് അങ്ങനെ 4,900 രൂപയ്ക്കാണ് നമുക്ക് ആട്ടുകുട്ടി തന്നത് കേട്ടോ. പിന്നെ 100 രൂപ ഞാൻ ആ അപ്പച്ചനും കൂടെ കൊടുത്തു, അപ്പച്ചൻ വേണ്ടെന്ന് പറഞ്ഞു. എന്നാലും നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് നമ്മൾ 100 രൂപ അപ്പച്ചനും കൂടെ കൊടുത്തു കേട്ടോ. അപ്പച്ചനും കൂടെ വന്നാണ് നമുക്ക് ആട്ടുകുട്ടി എടുത്ത് തന്നത്, അതുകൊണ്ട് 100 രൂപ അപ്പച്ചനും കൂടെ കൊടുത്തു. അപ്പോൾ നമുക്ക് ആട്ടുകുട്ടി അങ്ങനെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. നല്ല കറുത്ത ആട്ടുകുട്ടിയാണ്, പെണ്ണ് ആട്ടുകുട്ടിയാണ്. നമ്മൾ അതിനങ്ങനെ പണ്ടൊരു ആട്ടുകുട്ടി ഉണ്ടായിരുന്നു കേട്ടോ നമുക്കിവിടെ. അപ്പോൾ ആ ആട്ടുകുട്ടിക്ക് നമ്മളിട്ട പേരാണ് മാളൂട്ടി എന്നാണ് നമ്മൾ ആ ആട്ടുകുട്ടിക്ക് ഇട്ടിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊരു ആട്ടുകുട്ടി ഉണ്ടായിരുന്നു സംഭവം, അതിന് നമ്മളിട്ട പേര് മാളൂട്ടി ആയതുകൊണ്ട് ഇപ്പോൾ ആട്ടുകുട്ടിക്കും നമ്മൾ മാളു എന്നും വിളിക്കും. അതുപോലെ തന്നെ കറുപ്പായതുകൊണ്ട് നമ്മൾ കറമ്പിയെന്നും കറുപ്പിയെന്നും അങ്ങനെയൊക്കെ നമ്മൾ വിളിക്കും കേട്ടോ, സ്നേഹത്തിൻ്റെ പുറത്ത് വിളിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പേര് നമ്മൾ വിളിക്കുന്നത് മാളൂട്ടിയെന്നും അങ്ങനെയൊക്കെ നമ്മൾ വിളിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ആട്ടുകുട്ടിയാണ് നമ്മൾ മേടിച്ചത്. ഇനി നമുക്ക് നേരെ ഞാൻ ആട്ടുകുട്ടിയെ കാണിച്ചു തരാം, അതിൻ്റെ വിശേഷങ്ങളിലോട്ട് പോവാം. ഗൈസ് ദാണ്ട നിൽക്കണേണ്ട, ഇതാണ് നമ്മുടെ ആട്ടുകുട്ടി കേട്ടോ. എന്തുകൊണ്ടും അവന് ഹാപ്പിയാണെന്നുണ്ടോ, ചാടിയൊക്കെ വരണേണ്ട. നമ്മൾ വീഡിയോ എടുക്കണമെന്ന് പറയുമ്പോൾ പിന്നെ അവന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, അതാണ് അവൻ ചാടി വരുന്നത് മച്ചാമാരെ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ആട്ടുകുട്ടിയാണ് ദാണ്ട നിൽക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ രാജാവ് എന്നൊക്കെ പറയാം. കോഴിയിലൊരു രാജാവുണ്ട്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചല്ലോ അണ്ണൻ എന്ന് പറഞ്ഞാൽ. ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു അണ്ണനാണ് കേട്ടോ, അണ്ണനല്ല ഒരു ചേച്ചിയാണ്, ഒരു പെണ്ണാട്ടുകുട്ടിയാണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ആട്ടുകുട്ടി. ഡേ നിനക്ക് വല്ലതും പറയാനുണ്ടോ ഇവരുടെ വല്ലതും പറയാണ്ടോ? ഈ പറ, ഉമ്മെന്ന് പറയടാ. അയ്യോ പറയടി, വല്ലതും പറയാണ്ടോ അടി കറുമ്പി. ഗൈസ് ഇതാണ് കേട്ടോ, ഇതിന് കുടിക്കാൻ വെച്ച വെള്ളമല്ല ഇന്ന് അവൻ കുടിക്കാതിരിക്കുകയാണ് അവള്. പിന്നെ ഞാൻ ലാസ്റ്റ് വെള്ളം കയ്യിൽ പിടിച്ചു കൊടുത്തപ്പോൾ ലാസ്റ്റ് കുറച്ച് കുടിച്ചു കേട്ടോ മച്ചാന്മാരെ. അങ്ങനെ കുഴയൊക്കെ കൊടുത്തായിരുന്നു, അതെല്ലാം കഴിച്ചു നിൽക്കുകയാണ്. മക്കളൊരു ഹായ് ഇട്. ഈ പോട വട്ടിയെന്നാണ് പറയണത്. എടാ നിനക്ക് പിന്നെ തിന്നാടി, ഇങ്ങോട്ട് പാടി എടീ, ഒരു ഹായ് കൊടുക്കേ. ഡേ എടീ, അതിന് ഇത്ര നേരം അതിനെ തിന്നണ്ടായിരുന്നു. ഇപ്പം എന്താ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ തിന്നണമൊക്കെയാണ് ഗൈസ്. മച്ചാമാരെ നമ്മളെ വീഡിയോ കാണുന്ന നിങ്ങളവിടെയും ആട്ടുകുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കമൻറ്റ് ഇടുക കേട്ടോ. എനിക്ക് സന്തോഷം, നിങ്ങൾക്ക് സന്തോഷമല്ലേ? അതൊക്കെ ഒരു വൈബല്ലേ മച്ചാമാരെ. ഇതേപോലെ ആടൊക്കെ വളർത്തുന്നവരിക്കല്ലേ അതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. ഒരു ആട്ടുകുട്ടിയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കെട്ടണം കേട്ടോ, എന്നാലേ നമ്മുടെ വീടൊന്ന് സെറ്റാകത്തുള്ളൂ. സെറ്റാവുന്നിട്ട് നമ്മുടെ എന്താണ് പ്രകൃതി രമണീയമായ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. പ്രകൃതിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും പ്രകൃതി രമണീയമായ ഒരു ഭവനം ആഗ്രഹിക്കുന്നവരാണെങ്കിലും എന്തുകൊണ്ടും ഒരാട്, കോഴി, മീൻ, താറാവ്, പട്ടി, പൂച്ച, അങ്ങനത്തെ പശു, എരുമ, അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ വളർത്തുന്നത് എന്തുകൊണ്ടും സന്തോഷകരമായിരിക്കും. കാരണം നമ്മളിവിടെ പണ്ട് കിളിയുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കോഴിയുണ്ട്, താറാവുണ്ട്, മീനുകളുണ്ട്. ഒരു സമയം നമ്മുടെ ഇവിടെ എന്താണ് തത്തമ്മയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് സംസാരിക്കുന്ന തത്തമ്മയല്ലേ, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചില കാരണങ്ങളാൽ നമ്മളെ നഷ്ടപ്പെട്ടു പോയി. കുറേ ചേര കൊണ്ടുപോയി, കുറേ എന്തൊക്കെ വന്ന് പിടിച്ചോണ്ടൊക്കെ പോയി. അങ്ങനെ നമ്മൾ നിർത്തിയതാണ്. അതുപോലെ തന്നെ നമ്മളിതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിൽ വളർത്തുന്നത് എന്തുകൊണ്ടും സന്തോഷകരമാണ്. കാരണം നമ്മളെ വീട് എപ്പോഴും ഒരു പ്രകൃതി രമണീയമായ ഇതുപോലെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ കിളികളുടെ സൗണ്ടും അതുപോലെ തന്നെ മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതും എല്ലാം കൂടെ കൊണ്ട് സൂപ്പറായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ താരം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ രാജാവല്ല, രാജ്ഞി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതൊരു പെൺ ആട്ടുകുട്ടിയാണ്. വല്ലതും പറയാണ്ടടി, അതാ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടാ. നിന്നെ അടുത്ത ദിവസം പിന്നെ അല്ലാതെ നമുക്ക് കാണിച്ചു കൊടുക്കാം. വല്ലതും പറയാനുണ്ടെങ്കിൽ പറയാടി അങ്ങോട്ട്. ഇനി ഇപ്പം തന്നെ അതിനെ തിന്നണം. രാവിലെ വെച്ച് കൊടുത്ത ഗൈസ് അതെല്ലാം തിന്നു കേട്ടാ. കഴിച്ചിട്ടാണ് നിൽക്കുന്നത്, കണ്ട കഴിക്കുന്നുണ്ട. ഇനി ആ ഇല തിന്നുകൊണ്ട് അതിൻ്റെ കമ്പെല്ലാം കടിച്ച് മുറിച്ച് കരിമുര നമ്മൾ മുറുക്ക് തിന്നുമ്പോൾ അത് ഇത് തിന്നാണ്. എന്തുകൊണ്ട് സന്തോഷം അല്ലേടി പൊന്നാരെ. ഇത്ര നേരം അതിന് എൻ്റെ അടുത്ത് വരാൻ ഒരു ഗുരുവില്ല. വീഡിയോ എടുത്തപ്പം പൊളിച്ചിരിക്കുന്നു. എന്തായാലും നീ അവിടെ നില്ല്, വൈൻഡപ്പ് പറഞ്ഞിട്ട് വരാം. പക്ഷേ അങ്ങനെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇന്ന് ഞാൻ വീഡിയോ എടുത്തപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് തോന്നിക്കാണും. കാരണം ഇപ്പം അറിയാമല്ലോ കാലാവസ്ഥ ഫുള്ള് വെയിലായതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ മൊത്തം ഫേസിൽ വന്ന് അടിക്കുക. വൈകുന്നേരം എടുക്കാൻ നോക്കുമ്പോൾ നടക്കത്തില്ല, കാരണം വൈകിട്ട് കുറേ ജോലികളുണ്ട്, ഇതിനെയൊക്കെ നോക്കണം. അതുപോലെ തന്നെ ഫുഡ് എടുക്കുക, ഇതിനുള്ള ഹോട്ടൽ വേസ്റ്റ് എടുക്കും, കടയിൽ പോകണം, കോഴിയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സമയം കാണത്തില്ല. പിന്നെ അതുപോലെ തന്നെ മുളകൊക്കെ തട്ടിട്ട് ദിവസം വരെ അതിന് വെള്ളം ഒഴിക്കണം.
രാവിലെ നോക്കുമ്പോൾ രാവിലെ എണീറ്റിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മ സഹായിക്കും. എന്ന് വെച്ചാൽ ഞാൻ ഇല്ലാത്തപ്പോൾ അമ്മ തന്നെ ചെയ്യുന്നത്, കോഴി കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നത്, അതുപോലെ അടവെച്ച കോഴികളെ തുറന്നു വിടുന്നത്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അമ്മ ചെയ്യും കേട്ടോ. അപ്പം ഞാനും അമ്മയും എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് കാര്യം കഴിയും. അപ്പോൾ രാവിലെ ഇതെല്ലാം കഴിഞ്ഞ് വന്ന് കാപ്പിയെ കുടിച്ച് എണീക്കുമ്പോൾ പിന്നെ വീഡിയോ എടുക്കേണ്ട സമയം കിട്ടത്തില്ല. പിന്നെ ഇപ്പോൾ അറിയാലോ, രാവിലെ ആയാലും വൈകിട്ടായാലും എല്ലാം വെയിൽ തന്നെ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ താരം ഇവിടെ നിൽപ്പുണ്ട്, അപ്പോൾ ഞാനും ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ മറക്കാൻ സപ്പോർട്ട് ചെയ്യുക. അടുത്തും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.